ഹായ് ഫ്രണ്ട്സ്, സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിന്റെ പുതിയ മേയർ. ഒരു ഇന്ത്യക്കാരന് വിശ്വസിക്കാൻ കഴിയുമോ? ഒരു മുസ്ലിം, ഒരു മുസൽമാൻ ന്യൂയോർക്കിന്റെ മേയർ ആകുന്നു എന്നുള്ളത്? എന്തിന്? സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. മംദാനിയെ തിരഞ്ഞെടുത്താൽ ന്യൂയോർക്കിനുള്ള എല്ലാ സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ച് ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ വംശജനായിരുന്ന ഉഗാണ്ടയിലേക്ക് കുടിയേറിയ ഒരു കുടിയേറ്റക്കാരന്റെ മകൻ, അതിലുപരി ഗുജറാത്തിയായ മീര നായരുടെ മകൻ. നായർ എന്ന് കേട്ട് കേരളത്തിലെ നായന്മാര് നെഗളിക്കണ്ട, അത് നായർ സമുദായമല്ല, നെയ്യാർ എന്ന ഫാമിലി പേര് നായറാക്കി പരിഷ്കരിച്ചതാ. ഏതാണെങ്കിലും അദ്ദേഹത്തിന്റെ വിക്ടറി സ്പീച്ചിൽ എടുത്തു പറഞ്ഞൊരു പേരുണ്ട്, ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ പേര്. ഇന്ത്യയെ ഇന്ത്യയാക്കിയ മഹാൻ എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയാണ്, BJPയുടെ ഇന്ത്യ അല്ല. ഇന്ത്യക്കാരന് ഏത് ഭാഷ സംസാരിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ളത് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും അവകാശം നൽകിയ ജവഹർലാൽ നെഹ്റു. ഇപ്പോഴത്തെ ഇന്ത്യയെ പറ്റി ആലോചിച്ച് നോക്ക്. BJPയുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവിടെ ബീഫ് കഴിക്കാനാവുകയില്ല, മാംസാഹാരത്തിനേ വിലക്കാണ്. നിങ്ങൾക്കറിയാമോ, വടക്കേ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും കാന്റീനിൽ ഇപ്പോ നോൺ വെജിറ്റേറിയൻസ് ഇല്ല. എന്തിന്? ഇന്ത്യൻ പാർലമെന്റിൽ പോലും കാന്റീനിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ് നൽകപ്പെടുന്നത്. അപ്പൊ എന്ത് ഭക്ഷിക്കണമെന്നുള്ളത് ഒരു പൗരന്റെ മൗലികാവകാശമാണ്. അത് BJPയുടെ ഇന്ത്യയിൽ ഇല്ല. എന്ത് സംസാരിക്കണമെന്നുള്ളത് അവന്റെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. ഹിന്ദിയാണ് മുഖ്യം, സംസ്കൃതമാണ് മുഖ്യം BJPക്ക്. ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നുള്ളത് ഒരു ഇന്ത്യക്കാരന്റെ മൗലികാവകാശമാണ്. റിലീജിയസ് ലിബർട്ടി അതും ഇന്ത്യക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു രാഷ്ട്രമാണ് ലക്ഷ്യം. വടക്കേ ഇന്ത്യയിലെ പല ക്രിസ്ത്യൻ പള്ളികളും തകർക്കപ്പെടുകയാണ്. അവിടെയൊക്കെ ബജ്രംഗ് ദളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. BJP ഭരിക്കുമ്പോൾ പോലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ബജ്രംഗ് ദളോ ശ്രീരാമസേനയോ ഒക്കെയാണ്. അതാണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന ആ ഇന്ത്യ BJP വെറുക്കുന്ന, BJP തള്ളിപ്പറയുന്ന ആ ജവഹർലാൽ നെഹ്റുവിനെ തന്നെയാണ്. ഒരിക്കലും മറക്കരുത്, മറക്കാതിരുന്നാൽ നന്ന്. എന്താണെങ്കിലും ശ്രീ സൊഹ്റാൻ മംദാനിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് പോലുമായി തീർന്നേക്കാൻ സാധ്യതയുള്ള ന്യൂയോർക്ക് മേയർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു.